മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് നിഷ, സ്വദേശം ചെങ്ങന്നൂര്. എനിക്ക് ലഭിച്ച 2 രോഗസൗഖ്യത്തിനാണ് ഞാൻ ഇവിടെ നിന്ന് സാക്ഷ്യം പറയുവാനായിട്ട് എത്തുന്നത്. ഞാൻ ഉടമ്പടി എടുത്തിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. പക്ഷെ ഞാൻ കൃപാസനത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയും യൂട്യൂബിലും എൻ്റെ ഫ്രണ്ട്സ് വഴിയൊക്കെ ഞാൻ ഒരുപാട് കേട്ടു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. ഞാൻ രാവിലത്തെ 5:30 പ്രാർത്ഥനയായിരുന്നു എൻ്റെ ശക്തി. ഞാൻ ഒന്നും വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഫസ്റ്റ് എൻ്റെ കൈയുടെ റിസ്റ്റിൽ ഒരു സ്വെല്ലിംഗ് ഉണ്ടായിരുന്നു. അത് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവിനോട് എനിക്കത് പൂർണ്ണ സൗഖ്യം തരണമെന്ന്. ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലായിരുന്നു ഇതുണ്ടായിരുന്നത്. ഇപ്പൊ കംപ്ലീറ്റ്ലി അത് മാറി. എനിക്കിവിടെ കാണാനില്ല സംഭവം. അമ്മയ്ക്ക് 1000 നന്ദി. 2ാമത്തെ രോഗസൗഖ്യം എനിക്ക് തന്നതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ചുമയായിരുന്നു. എനിക്കൊരു ആസ്മ ഹിസ്റ്ററിയോ അങ്ങനെ ഒരു പ്രശ്നങ്ങളോ ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് ആർക്കും ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല എന്താ എൻ്റെ റീസൺ എന്നുള്ളത്. ഞാൻ മരുന്ന് കഴിക്കുന്നു, പക്ഷെ കുറയുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ആ പ്രാർത്ഥന ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ബേസിക്കലി ഓർത്തഡോക്സ് ആണ്. എനിക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു. അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ടു. എൻ്റെ ട്രീറ്റ്മെന്റ് ഒന്നും എനിക്ക് എഫക്റ്റ് ആയില്ല. ഞാൻ എൻ്റെ വീട്ടിലെ ബെഡ്ഷീറ്റും അലർജൻസിന്റെ എല്ലാമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ മാറ്റുന്നുണ്ട്. പക്ഷെ എനിക്കൊരു റിക്കവറി കിട്ടുന്നില്ല. പക്ഷേ പ്രാർത്ഥനയിലൂടെ എൻ്റെ ദൈവം, എൻ്റെ മാതാവ് എനിക്ക് കാണിച്ചു തന്നു എന്താണ് ആ വീട്ടിലുള്ളതെന്ന് വെച്ചാൽ അതെനിക്ക് കാണിച്ചു തന്നു. കംപ്ലീറ്റ്ലി ആ ഒരു ജസ്റ്റ് ഒരു ഇൻസെക്ട് ആയിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്, ഞങ്ങളുടെ താമസിക്കുന്ന വീട്ടിൽ. അത് കംപ്ലീറ്റ് മാറ്റി എടുക്കുവാൻ ദൈവം ഞങ്ങൾക്ക് ബുദ്ധി തന്നു. ഞങ്ങളെ അത് കാണിച്ചു തന്നു. അത് മാറ്റി ഡിസംബർ 24-ാം തീയതി മുതൽ ഈ നിമിഷം വരെ എനിക്ക് ചുമയെന്ന് പറയുന്ന ഒരു സംഭവമില്ല. ആമേൻ. എനിക്ക് വീസിങ്, രാത്രിയിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ലായിരുന്നു. അതുപോലെ ചുമച്ച് വീസിങ് ആയിട്ട് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് ആകുമായിരുന്നു. എനിക്ക് പബ്ലിക്കിൽ പോകാൻ പറ്റില്ലായിരുന്നു. അതുപോലെ ബുദ്ധിമുട്ടി ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മ എനിക്കത് കാണിച്ചു തന്നു. എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടു. എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു. ഇപ്പൊ ഒരു ട്രീറ്റ്മെന്റും ഇല്ല, ഒന്നുമില്ല. സന്തോഷമായിട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആവേ മരിയ.